ഹലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കാം. എ ഫംഗ്ഷൻ g on closed interval ab is a step function when closed interval ab can be broken up into interval of width delta xi on each of which g equal to a constant ki. അല്ലേ? അതായത് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഓരോ സബ് ഇൻ്റർവെലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിൻ്റെ ഓരോന്നിൻ്റെയും ഇവിടുത്തെ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഐ ആയിരിക്കും. പിന്നെ ആ ഓരോ സബ് ഇൻ്റർവെലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് കെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. If each ki is positive, the area under the graph of g is summation I equal to 1 to n ki delta xi. നമ്മളന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അല്ലേ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ki delta xi ആണ്. ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ദി ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും ലെങ്ത് ആണ് അല്ലേ? എക്സ് ഐ എന്ന് പറയുമ്പോൾ എക്സ് ഐ എന്ന് പറഞ്ഞത് അതായത് എക്സ് ഐ സബ് ഇൻ്റർവെല്ലിൽ വരുന്ന ലെങ്ത്തിനെയാണ്, അല്ലെങ്കിൽ എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആ ഒരു സബ് ഇൻ്റർവെല്ലിൽ വരുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൽറ്റ എക്സ് ഐ എന്ന് പറയുന്നത്. കെ ഐ എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാവുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ. ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്ക് 1 മുതൽ n വരെ കൊടുക്കുക അല്ലേ? അതായത് കെ 1 ഡെൽറ്റ എക്സ് 1 പ്ലസ് കെ 2 ഡെൽറ്റ എക്സ് 2 പ്ലസ് എക്സെട്ര പ്ലസ് കെ എൻ ഡെൽറ്റ എക്സ്. ഓക്കെ, നമുക്കതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഗ്രാഫ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഓഫ് ദി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-4 by g of x equal to 1 if 0 less than or equal to x less than or equal to 0.5, 3 if 0.5 less than x less than 2, 2 if 2 less than or equal to x less than or equal to 3, 4 if 3 less than x less than or equal to 4. Also find the area of the region under the graph. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണല്ലേ? അതായത് ക്ലോസ്ഡ് 1-4നെ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-4നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് ഇൻ്റർവെലാക്കി മാറ്റിയാണ്. 0 മുതൽ 0.5 വരെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്, 0.5 to 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അങ്ങനെ നമ്മൾ 0 മുതൽ 4 വരെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്തതാണ് ഇവിടെ ക്ലോസ്ഡ് 1-4 അല്ല കേട്ടോ, ക്ലോസ്ഡ് 0-4 ആണ് കേട്ടോ. ഇൻ്റർവെൽ നോക്കണേ, ക്ലോസ്ഡ് 0-4 ആണ്. ഓക്കെ, സോ 0 to 4, അതായത് 0 മുതൽ 4 വരെയുള്ള ഇൻ്റർവെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 0 to 0.5, 0.5 to 2, 2 to 3, 3 to 4 എന്ന് പറഞ്ഞാൽ സബ് ഇൻ്റർവെലാക്കി മാറ്റി അവിടെ ഓരോ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കാണേണ്ടത് ഗ്രാഫ് വരയ്ക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഏരിയ കാണണം. നമുക്ക് ആദ്യം ഏരിയ കാണാം. ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ എ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ അല്ലേ? കെ ഐ ഡെൽറ്റ എക്സ് ഐ. അപ്പോൾ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? എത്ര സബ് ഇൻ്റർവെലാണുള്ളത്? 1 2 3 4 ആണ് അല്ലേ എൻ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n, എന്നിന് 4 കൊടുക്കാം, 1 to 4 കെ ഐ ഡെൽറ്റ എക്സ് ഐ എന്ന് വരും. ഓക്കെ, ഇത് ചെയ്താൽ എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ കെ 1 ഡെൽറ്റ എക്സ് 1 പ്ലസ് കെ 2 ഡെൽറ്റ എക്സ് 2 പ്ലസ് കെ 3 ഡെൽറ്റ എക്സ് 3 പ്ലസ് കെ 4 ഡെൽറ്റ എക്സ് 4. ഓക്കെ, സോ കെ വൺ എന്താ? കെ 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ, അതായത് 0 to 0.5 ആണ് ഫസ്റ്റ് സബ് ഇൻ്റർവെൽ തന്നിട്ടുള്ളത്. അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 1 ആണ് ഇവിടെ. 1 ഇൻറ്റു ഡെൽറ്റ എക്സ് 1. ഡെൽറ്റ എക്സ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വട്ട് ഈസ് ഡെൽറ്റ എക്സ് 1? ഡെൽറ്റ എക്സ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് അല്ലേ? അതായത് 0.5 എന്ന് എന്ത് മൈനസ് ചെയ്യണം? 0 മൈനസ് ചെയ്യണം. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ് പറയുന്നത് ഡെൽറ്റ എക്സ് 1 എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുക? 0.5 ഉണ്ടാവും. അപ്പോൾ 1 ഇൻറ്റു 0.5 പ്ലസ് കെ 2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ 3 ഇൻറ്റു 0.5ൻ്റെയും 0.5 to 2ൻ്റെ ലെങ്ത്ത് എന്താ വരിക? ഡെൽറ്റ എക്സ് 2 എന്ന് പറയുന്നത് എന്താ വരിക? 2 മൈനസ് 0.5 വരും അല്ലേ?
2 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും 1.5 വരും. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 1.5 പ്ലസ് K3 അല്ലേ, K3 ഡെൽറ്റ x3. K3 എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ x3 എന്താണ് 2 to 3 എന്ന് പറയുമ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്താ വരിക 1 വരും. പ്ലസ് 4 ഇൻറ്റു എന്താ വരിക 4 ഇൻറ്റു 3 to 4 ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് 1 വരും. അപ്പോൾ ഇതെന്താ വരിക 1 ഇൻറ്റു 0.5 പ്ലസ് 3 ഇൻറ്റു 0.5 3 ഇൻറ്റു 4.5 എന്ന് പറയുമ്പോൾ 4.5 വരും. 4.5 പ്ലസ് 2 പ്ലസ് 4 2 ഇൻറ്റു 1 2 4 ഇൻറ്റു 4 4. ഓക്കെ, സോ ഇതിൻ്റെ ഈക്വൾ ടു എന്ത് വരും 0.5ഉം 4.5ഉം കൂട്ടിയാൽ 5 വരും. 5 പ്ലസ് 2 7 വരും. 7 പ്ലസ് 4 11 വരും. സോ ഇവിടെ ഏരിയ എന്ത് കിട്ടും നമുക്ക് 11 കിട്ടും. ഓക്കെ, ഇവിടെ 0.5 ആണുള്ളത്. സോ ദിസ് ഇസ് ഈക്വൾ ടു 11. സോ ഏരിയ നമുക്ക് 11 കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഗ്രാഫ് വരയ്ക്കണം അല്ലേ. അപ്പോൾ നോക്കാം. ഇപ്പോൾ g of x ഈക്വൾ ടു 1 0 to 0.5 3 0.5 to 2 2 2 to 3 and 4 3 to 4. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നോക്കാം. ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. സോ 0 മാർക്ക് ചെയ്തു. പിന്നെ 0 മുതൽ 0.5 വരെ, പിന്നെ 0.5 മുതൽ 2 വരെ അല്ലേ. അപ്പോൾ നമുക്ക് 0.5 വെച്ചിട്ട് എടുക്കാം. അപ്പോൾ 0.5 പിന്നെ 1 4 വരെ വേണം അല്ലേ. 1 1.5 പിന്നെ 2 പിന്നെ 2.5 3 3.5 4. ഓക്കെ, സോ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത് 1 2 3 4 ആണ്. അപ്പോൾ 1 2 3 4. ഓക്കെ, ഇത് നമ്മുടെ എക്സ് ആക്സിസും ഇത് നമ്മുടെ വൈ ആക്സിസും. ഓക്കെ, സോ ഇനി നോക്കുക. 0 മുതൽ 0.5 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ 0 മുതൽ 0.5 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. 0യും 0.5ഉം ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും ഫംഗ്ഷന് ഇങ്ങനെ വരും ഫസ്റ്റത്തത്. ഓക്കെ, ഇനി 0.5 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. പക്ഷേ 0.5ഉം 2ഉം ഇൻക്ലൂഡഡ് അല്ല. 0.5 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ് അല്ലേ. അപ്പോൾ 0.5 മുതൽ 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. സോ ഇവിടെ 2ഉം അതേപോലെ 0.5ഉം ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഹോൾ വരയ്ക്കും അല്ലേ. ഓക്കെ, അടുത്തത് 2 മുതൽ 3 വരെ 2 മുതൽ 3 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. 2 മുതൽ 3 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എങ്ങനെ വരും, ഇവിടെ വരും. അവിടെ 2ഉം 3ഉം ഇൻക്ലൂഡഡ് ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൾ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 3 എന്നാണ്. അപ്പോൾ എക്സ് ഈക്വൾ ടു 2 ആകുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. എക്സ് ഈക്വൾ ടു 3 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോളൊന്നും വേണ്ട. അടുത്തത് നോക്കാം. 3 ലെസ് ദാൻ ഓർ ഈക്വൾ ടു 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 4. 3 ലെസ് ദാൻ ആണ് അല്ലേ. എക്സിന് 3 കൊടുക്കുമ്പോൾ വാല്യൂ എന്താണ് ഇവിടെയാണ് വരുന്നത് 2 ആണ് വരുന്നത്. ഇവിടെ 3 മുതൽ 4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 4 ആണ്. പക്ഷേ 3 ഇൻക്ലൂഡഡ് അല്ല, 4 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 3 മുതൽ 4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 4 ആണ്. പക്ഷേ 3 എന്തല്ല ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇങ്ങനെ വരും, ഇവിടെ ഒരു ഹോൾ വരും. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ വരിക. അതാണെങ്കിൽ ഇങ്ങനെ ഡോട്ട് അടിച്ചിട്ടിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കാണിക്കാം. 5 to 2 വരെ വരുന്നുണ്ട്. ഓക്കെ, ഇനി 2 to 3 വരെ ഇവിടെ വരുന്നത്. പിന്നെ 3 to 4 വരെ അല്ലേ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് അല്ലേ, അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഇതാണ് ഈ ടോട്ടൽ ഗ്രാഫിൻ്റെ ഏരിയ വരിക. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്, നമുക്ക് 11 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയും വരച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Draw a graph of the step function g defined on closed 0, 1, g of x equal to -2 if 0 less than or equal to x less than 1/3, 3 if 1/3 less than or equal to x less than or equal to 3/4, 1 if 3/4 less than x less than or equal to 1. Okay, also find the area of the region under the graph. So ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഏരിയയും കാണണം, അതേപോലെ ഗ്രാഫ് വരയ്ക്കും വേണം. ഫസ്റ്റ് നമുക്ക് ഏരിയ കാണാം. സോ ഏരിയൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, എ ഈക്വൾ ടു സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ. ഓക്കെ, സോ ഇവിടെ എത്രയാണ്, 1 2 3 അല്ലേ, n 3 ആണ്. സോ സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to 3 കെ ഐ ഡെൽറ്റ എക്സ് ഐ. സോ ഇതെന്ത് വരും, സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to 3 എന്ന് പറയുമ്പോൾ, സോ ദിസ് ഈസ് ഈക്വൾ ടു, ഇവിടെ എഴുതാം, ദിസ് ഈസ് ഈക്വൾ ടു എന്താ വരിക, k1 ഡെൽറ്റ x1 പ്ലസ് k2 ഡെൽറ്റ x2 പ്ലസ് k3 ഡെൽറ്റ x3. സോ ഈക്വൾ ടു k1 എന്താണ് ഇവിടെ, k1 എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. അപ്പോൾ -2 ഇൻറ്റു ഡെൽറ്റ x1 എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ x1 എന്താ വരിക, 1/3 -0 വരും. 0ൻ്റെയും 1/3ൻ്റെ ഈ ഒരു സബ് ഇൻറ്റർവലിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ 1/3 -0 എന്ന് പറയുമ്പോൾ 1/3 വരും. പ്ലസ് k2 ഇൻറ്റു ഡെൽറ്റ x2 എന്താ വരിക, ഡെൽറ്റ x2 എന്ന് പറയുമ്പോൾ എന്താ വരിക, 3/4 - 1/3 അല്ലേ, ഈ ഒരു സബ് ഇൻറ്റർവലിൻ്റെ ലെങ്ത് ആണ്. അതെന്താ വരിക, 3/4 - 1/3 വരും. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു 3/4 1/3 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ LCM എന്താ വരിക, 12 ആണല്ലേ വരിക. സോ 12 LCM. സോ 3 × 3 9 വരും. 9 - 1 × 4 4 വരും. 9 - 4/12 വരും. ദാറ്റ് ഈസ് 5/12. ഓക്കെ, അപ്പോൾ ഡെൽറ്റ x2 എന്ന് പറയുന്നത് k2 എന്താണ്, k2 എഴുതിയിട്ടില്ല. k2 എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് അല്ലേ. സോ k2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ x2 നമ്മൾ കണ്ടുപിടിച്ചു. എന്താ കിട്ടിയിട്ടുള്ളത്, 5/12 ആണ്. സോ 5/12 പ്ലസ് k3 1 ആണ്. 1 ഇൻറ്റു ഡെൽറ്റ x3, അതായത് 1 - 3/4. 1 - 3/4 എന്താ വരിക, ദിസ് ഈസ് ഈക്വൾ ടു 4 - 3/4. 4 - 3 ഹോൾ ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ എന്താ വരിക, 4 - 3 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1/4 വരും. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 1/4. സോ ഇത് ആഡ് ചെയ്താൽ എന്ത് വരും, ദിസ് ഈസ് ഈക്വൾ ടു -2/3 പ്ലസ് 3 × 5 15/12 15/12 പ്ലസ് 1/4. സോ ഇത് ആഡ് ചെയ്താൽ എന്താ വരിക, 12 LCM എടുക്കാം, 12. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മേലെ ഇവിടെ 3 ആണല്ലോ അല്ലേ. അപ്പോൾ എന്ത്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -2 × 4 എന്ന് പറയുമ്പോൾ -8 പ്ലസ് 15 പ്ലസ് ഇവിടെ 4 ആണുള്ളത്. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 3 എന്ത് വരും, 15 + 3 എന്ന് പറയുമ്പോൾ 18 വരും. 18 - 8 10 വരും അല്ലേ. അപ്പോൾ 10/12 വരും. 10/12 എന്ന് പറഞ്ഞാൽ 5/6. സോ ഇതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്, 5/6 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കണം. സോ ഗ്രാഫ് വരയ്ക്കാനുള്ളത് നോക്കുക. g of x ഈക്വൾ ടു -2 if 0 less than or equal to x less than 1/3, 3 if 1/3 less than or equal to x less than or equal to 3/4, 1 if 3/4 less than x less than 1 ആണ്, less than or equal to 1. സോ ഗ്രാഫ് വരയ്ക്കുക. സോ ഇത് നമ്മുടെ x ആക്സിസ്, ഇത് y ആക്സിസ്. സോ 0 to 1/3, 1/3 to 3/4, 3/4 to 1 ആണ്. അപ്പോൾ നമുക്ക് 0 അടയാളപ്പെടുത്താം. ദെൻ 1/3,
പിന്നെ 1/2 എടുക്കാം. ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 3/4 പിന്നെ 1. പിന്നെ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടേക്ക് വരുന്നുണ്ട് അല്ലേ. സോ ഫംഗ്ഷൻ്റെ വാല്യൂസ് 1, 2, 3 പിന്നെ -2 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ -1 വരും, താഴെ -2 വരും. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. 0 മുതൽ 1/3 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ -2 ആണ്. അപ്പോൾ 0 മുതൽ 1/3 വരെ, അതായത് 0 ഇൻക്ലൂഡഡ് ആണ്, 1/3 ഇൻക്ലൂഡഡ് അല്ല അല്ലേ, കാണുന്നില്ലേ? ഇവിടെ 0 ഇൻക്ലൂഡഡ് ആണ്, 1/3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരിക? -2 to 1/3 വരെ അല്ലേ, -2 to 1/3 വരെ ഗ്രാഫ് വരും. അതിൽ 1/3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? 1/3 മുതൽ 3/4 വരെ. 1/3ഉം 3/4ഉം ഇൻക്ലൂഡഡ് ആണ്, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 1/3 മുതൽ 3/4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. ഓക്കെ, 1/3 മുതൽ 3/4 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. പിന്നെ 3/4 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. പക്ഷേ ഇവിടെ 3/4 ഇൻക്ലൂഡഡ് അല്ല, 1 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എങ്ങനെ വരും ഫംഗ്ഷൻ്റെ വാല്യൂ? 3/4 to 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്, 1 ഇൻക്ലൂഡഡ് ആണ്, 3/4 ഇൻക്ലൂഡഡ് അല്ല. കാരണം 3/4ൻ്റെ വാല്യൂ ഇവിടെയാണ് വരുന്നത് അല്ലേ, ഇവിടെയാണ് 3/4ൻ്റെ വാല്യൂ വരുന്നത്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അതായത് g(x) = -2, അതേപോലെ 0 to 1/3, 3, 1/3 to 3/4, 1, 3/4 to 1. അതിൻ്റെ ഗ്രാഫ് ഇതാണ് വരുന്നത്. അതേപോലെ നമ്മളിതിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ലാസ്റ്റ് ഇയർ എക്സാമിന്, അതായത് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. 2019 ചോദിച്ച ക്വസ്റ്റ്യനാണത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.